Hi friends, welcome back to AGORA, an open space to study. Ethics Civil Design of Congress Structures 2-ലെ മൊഡ്യൂൾ 1-ൻ്റെ എല്ലാ ടോപ്പിക്സും ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് മൊഡ്യൂൾ 1-ൽ ഷോർട്ട് കോളത്തിലെ യൂണിയാക്സിയലി ലോഡഡ് കോളം, ബൈആക്സിയലി ലോഡഡ് കോളം, അതുപോലെ തന്നെ സ്ലെൻഡർ കോളം, ഈ 3 ടോപ്പിക്സ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. അത് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ മൊഡ്യൂൾ 1-ൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിക്കഴിയുമ്പോൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളതിൽ യൂണിയാക്സിയലി ലോഡഡ് കോളം, അതുപോലെ തന്നെ സ്ലെൻഡർ കോളവും ബൈആക്സിയലി ലോഡഡ് കോളവും ഈ 3 പോർഷനിൽ നിന്നും ഡിസൈൻ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അതിൽ ചില ക്വസ്റ്റ്യൻസിൽ സൈസ് തന്നിട്ടായിരിക്കും ഡിസൈൻ ചെയ്യാൻ പറയുന്നത്, ചിലതിൽ സൈസ് തരാതെ ഡിസൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ സൈസ് തരാതെ ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ അത് സ്ലെൻഡർനെസ് റേഷ്യോ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു കോളത്തിൻ്റെ സൈസ് കണ്ടുപിടിക്കണം. ആ ഒരു ടൈപ്പ് പ്രോബ്ലം ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആ ഒരു വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ പ്ലീസ് വാച്ച്. പിന്നെ സ്ലെൻഡർ കോളത്തിൻ്റെ തിയറി പോർഷൻസും ഇൻ്ററാക്ഷൻ കർവ് എന്താണെന്നൊക്കെയുള്ള തിയറി ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കോളത്തിൻ്റെ ഒക്കെ പ്രോബ്ലം SP60 ചെയ്തിട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അതിൽ നിന്ന് ഒരു ഡിഫറൻസ് വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യനിൽ അവിടുത്തെ MUX എന്ന് പറയുന്ന ആ ഒരു മൊമെൻറ്റിനെ ഡയറക്റ്റ് ആയി ക്വസ്റ്റ്യന് തന്നിട്ടില്ല. അതിന് പകരം പറഞ്ഞിട്ടുള്ളത് മൊമെൻറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ബൈസെക്റ്റിംഗ് ദ ഡെപ്ത് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉദ്ദേശിച്ചിട്ടുള്ളത് മേജർ ആക്സിസിലെ മൊമെൻ്റ് ആണ്, അതായത് MUX ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മൊമെൻറ്റ് ബൈസെക്റ്റിംഗ് ദ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് MUX-ഉം മൊമെൻറ്റ് ബൈസെക്റ്റിംഗ് ദ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് MUY-ഉം ആയിരിക്കും. സ്ലെൻഡർ സർക്കുലർ കോളത്തിൻ്റെ ഡിസൈനും ചോദിച്ചിട്ടുണ്ട്. അതായത് സർക്കുലർ കോളം വരുമ്പോൾ ഡയമീറ്റർ ആണ് സർക്കുലർ കോളത്തിലുള്ളത്. സോ അവിടെ MUX-ഉം MUY-ഉം എല്ലാം സെയിം ആണ്. അപ്പം അവിടെ അഡീഷണൽ മൊമെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ MAX മാത്രമേ വരുള്ളൂ. MAX-ഉം MAY-ഉം സെയിം ആണ്. അതുപോലെ തന്നെ എസെൻട്രിസിറ്റി ആയാലും റിഡക്ഷൻ ഫാക്ടർ ആണെങ്കിലും അവിടെയൊക്കെ കണ്ടുപിടിക്കുന്നത് ഒരു ഡയമെൻഷനേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അഡീഷണൽ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ്റെ ഡിസൈൻ ആണ്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.